ശാലിനിയാ ചിലപ്പോ ഇവിടെ വന്നിട്ടുണ്ടാവും. ഹലോ, ശാലിനി എത്തിയോ? ആ അരുണ, ഞാൻ പുറത്തുണ്ട്. ആ, ഞാൻ ദേ വരുന്നു. ആ, അവള് പുറത്തുണ്ടെന്ന് ഞാനൊന്ന് നോക്കിയിട്ട് വരാം. മോക്ക് എന്ത് പറ്റിയതാ? പനി കൂടിയതാ ശാലിനി. ദാ ഇപ്പൊ ഡ്രിപ്പിട്ട് കിടത്തിയിരിക്കുവാ. താനെന്താ വിളിച്ചേ? എന്താ അത്യാവശ്യം? അത് ശാരികേച്ചയും കുഞ്ഞിനെയും കണ്ടുപിടിക്കാനായിട്ട് ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്താലോ, അതൊന്നും അറിയാനായിട്ടാ ഞാൻ കാണണമെന്ന് പറഞ്ഞേ. അതുകൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാവുമെന്നാ. ഡ്രിപ്പ് തീർന്ന കുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നാ പറഞ്ഞിരിക്കുന്നത്. ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാം. എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. ഇപ്പോ അത് സംസാരിക്കാനുള്ളൊരു മാനസികാവസ്ഥയിലല്ല ഞാൻ. എന്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുത്തിയതുപോലെ ഇവളടുത്തുകൂടി ഈ കുഞ്ഞിനെ എന്നിൽ നിന്ന് അകറ്റുമോ? ഇവളെ സൂക്ഷിക്കണമെന്നും കുഞ്ഞുങ്ങൾ ഇവളെ കാണിക്കരുതെന്നും എങ്ങനെ ഇവിടെ പറയാ? മോളെ ഒന്ന് കാണുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. എന്ത് കുഴപ്പം? വരൂ. മാഡം, കാഷ്വാലിറ്റിയിൽ ബൈസ്റ്റാൻഡർക്കല്ലാതെ വിസിറ്റേഴ്സ് അലൗഡ് അല്ല, പ്ലീസ്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. ഇത് കളക്ടറാണ്. സോറി മാഡം, ഞാനിവിടുത്തെ രീതി ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. മാഡം കയറിക്കോളൂ. അത് വേണ്ട, ഞാനായിട്ട് ഇവിടുത്തെ നിയമം തെറ്റിച്ചൊന്നും വേണ്ട. അനുവാദം ഇല്ലാത്തടത്ത് കയറുന്നത് ശരിയല്ലല്ലോ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ മാഡം. നാളെ എന്തായാലും എനിക്ക് വീട്ടിൽ വരണമല്ലോ. ഞാൻ മോളെ അപ്പ കണ്ടോളാം. ഒന്ന് നിന്നേ. കുറെ നേരം എല്ലാം നടക്കാൻ തുടങ്ങിയിട്ട്. ആശുപത്രി എന്നാ ഒരു ദിവസം അങ്ങ് പോക്കാ. വീട്ടിലിരുന്നിട്ട് എന്താ കാര്യം സാറേ? അവിടെ ഒന്നും ചെയ്യാനില്ലല്ലോ. പിള്ളച്ചേട്ടാ, അച്ഛനെ നോക്കിക്കോ. ഞാൻ ഫാർമസിന്ന് മരുന്ന് വാങ്ങിട്ട് വരാം. ശരി മോളെ, നടക്കും സാറേ. നമുക്ക് അവിടെ ഇരിക്കാം. ശ്യാമക്കുഞ്ഞ് മരുന്ന് വാങ്ങി വരട്ടെ. നടന്നാ മതിയല്ലേ. ഡോക്ടർ എന്താ ഇവിടെ? ജോയിൻ ചെയ്തിട്ട് ഒരാഴ്ചയായുള്ളൂ. ചോദിച്ചു വാങ്ങിയ ട്രാൻസ്ഫറാ. ഹസ്ബൻഡ് ഇവിടെ അടുത്താ വർക്ക് ചെയ്യുന്നേ. മക്കള് രണ്ട് സുഖായിരിക്കുന്നല്ലോ അല്ലേ? ഇപ്പോഴും ചില ഫാമിലി ഇഷ്യൂസ് ഉണ്ട്. ശരിയാവുന്നുള്ള പ്രതീക്ഷയില്ല. എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. റൗണ്ട്സിന് സമയമായി. നമുക്ക് വീണ്ടും കാണാം. ശരി.